നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിക്ക് പതിനായിരങ്ങൾ സാക്ഷിയായി. തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ VS അച്യുതാനന്ദന്റെ സംഭാവനകൾ നിസ്തുലമാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. ദേശീയതയ്ക്കൊപ്പം ഫാം വർക്കേഴ്സ് സംഘടനയിൽ പുതുചേരലുകൾക്ക് ആത്മീയ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. പതിനായിരങ്ങളെ സാക്ഷിയാക്കി ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിയായിരുന്ന VS അച്യുതാനന്ദന്റെ സംസ്കാരം നടന്നു. ജനനായകനെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നാടുനീളെ പതിനായിരങ്ങളായിരുന്നു കാത്തുനിന്നിരുന്നത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അച്യുതാനന്ദൻ എന്നും സമരമുഖത്തായിരുന്നു. അനീതിക്കെതിരെ അക്ഷീണം ശബ്ദമുയർത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ കടന്ന ജീവിതം കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ എന്നും വേറിട്ടു നിൽക്കും. രണ്ടക്ഷരം കൊണ്ട് രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു അച്യുതാനന്ദൻ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കടിഞ്ഞാണുകൾ പൊട്ടിച്ചെറിഞ്ഞ് പ്രതിപക്ഷമായി തന്നെ VS നിലയുറപ്പിച്ചിരുന്നു. സമാനതകളില്ലാത്ത ഒരു യുഗം VS-ന്റെ നിര്യാണത്തോടെ അവസാനിച്ചുവെന്ന് നിസ്സംശയം പറയാം. ജീവിതം തന്നെ സമരമാക്കിയ ജനനായകനായിരുന്ന VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ. തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ VS അച്യുതാനന്ദന്റെ സംഭാവനകൾ നിസ്തുലമാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി. സംസ്ഥാന പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ VS ജില്ലയിലെ പാർട്ടിക്ക് നൽകിയ കരുത്ത് അവിസ്മരണീയമാണ്. 80-ൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതു മുതൽ ചുമതലയൊഴിയുന്ന ഘട്ടം വരെ തൃശൂരിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിലെല്ലാം VS ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, മഹിളകൾ എന്നിവരുടെ പ്രക്ഷോഭങ്ങൾക്ക് എക്കാലത്തും അദ്ദേഹം കരുത്തു പകർന്നു. 82-ൽ യുവജനങ്ങൾ DYFI നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയപ്പോൾ പോലീസ് ലാത്തി ചാർജും വെടിവെപ്പും നടത്തി. EK നായനാരും VS-ഉം തൃശൂരിലെത്തി സമരസഖാക്കൾക്ക് ആവേശം പകർന്നു. വിവിധ ഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് നേരെ പോലീസ് അതിക്രമങ്ങൾ നടന്നപ്പോഴും VS-ന്റെ സാന്നിധ്യം കരുത്തായി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജില്ലയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പോലും VS സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കുന്ന പ്രശ്നങ്ങളാക്കി ഉയർത്തി. പല വിഷയങ്ങളും നിയമസഭയിൽ അദ്ദേഹം കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയായിരിക്കെ ജില്ലയിലെ വികസന കുതിപ്പിന് ഉതകുന്ന നിരവധി പദ്ധതികൾ അദ്ദേഹം അനുവദിച്ചു. തൃശൂർ ജില്ലയിലെ തൊഴിലാളി കർഷക പ്രസ്ഥാനത്തിന് മറക്കാനാകാത്ത സംഭാവനകൾ അർപ്പിച്ച VS-ന്റെ ഉജ്ജ്വല സ്മരണയുടെ മുൻപിൽ ചെങ്കൊടി താഴ്ത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹവുമായി വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണോ? അതെ, VS-ഉമായുള്ള അടുപ്പവും വ്യക്തിബന്ധവുമാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാരണം എന്താ അതിനെ പറയുക, വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോവുക. അദ്ദേഹത്തിൻ്റെ കൈമുതലെന്ന് പറയുന്നത് ധാർമ്മികത, സത്യസന്ധത, നിശ്ചയദാർഢ്യം, പ്രതിസന്ധികളോട് അതിജീവിക്കുവാനുള്ള അപാരമായ കഴിവ്, സ്നേഹമസൃണമായ സഹപ്രവർത്തകനോടുള്ള ബന്ധങ്ങൾ. ഇങ്ങനെ VS-ഉമായി അടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായി അകലെ നിന്നും അടുത്തു നിന്നും VS-നെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ. വലിയ മനുഷ്യൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് EMS-ഉം നായനാരും കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ച വേറൊരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. സാധാരണ നമ്മൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കും, സഖാക്കൾക്ക്, നേതാക്കന്മാർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കും. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുദ്രാവാക്യം ലോകപ്രസിദ്ധമാണ്: കണ്ണേ കരളേ VS.
അത്തരമൊരു മുദ്രാവാക്യം ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളിലെ ലിപികളിൽ പോലും ഇല്ലാത്തതാണ്. അത് കണ്ണേ കരളേ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിനെ കണ്ണായും കരളായും കാണുന്നു. അപ്പം കണ്ണായും കരളായും കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവായി മാറി എന്നുള്ളതാണ്. ഒരുപക്ഷെ 86-ൽ MBR അടങ്ങുന്ന ആളുകൾ പാർട്ടി വിട്ടു പോകുമ്പോൾ മലബാർ പോലുള്ള മേഖലകളിൽ തകരുമെന്ന് വിചാരിച്ച പാർട്ടിയെ രക്ഷപ്പെടുത്തി EMSൻ്റെ നേതൃത്വത്തിൽ, ബാലാനന്ദസ്വാമിയുടെ നേതൃത്വത്തിൽ സഖാവ് VS സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അത്തരമൊരു പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു അപാരമായ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത്. ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ പ്രവാചകൻ പോലെയുള്ള ഒരാൾ, ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ കേന്ദ്രീകരണമായുള്ള ഒരാൾ. വലിയ നഷ്ടമാണ് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. വയസ്സ് 101 കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആകസ്മികം എന്നൊരു വാക്കിന് യാതൊരു അർത്ഥവുമില്ല. 100 വയസ്സ് കഴിഞ്ഞ ഒരാൾ മരണപ്പെടുന്നു പറയുമ്പോൾ അതിനെ ആകസ്മികമെന്നോ ആക്സിഡൻ്റലി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എത്ര വയസ്സ് കഴിഞ്ഞാലും കേരളത്തിന് വലിയ നഷ്ടമാണിത് ഉണ്ടായിട്ടുള്ളത്. ഇനി എത്ര തലമുറ കഴിഞ്ഞായിരിക്കണം ഇതുപോലെ ഒരു സത്യസന്ധനായ, ധാർമ്മികതയുള്ള, നീതിബോധമുള്ള ഒരാൾ വരിക എന്നത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. VSൻ്റെ ഈ നിര്യാണത്തിൽ വലിയ വേദനയുണ്ട് എനിക്ക്. ആ വേദനയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും എൻ്റെ പാർട്ടി എന്നെ ആക്കിയ പാർട്ടിയോടും ആ പാർട്ടിയുടെ നേതൃത്വത്തിനോടും ഒക്കെ തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് വലക്കാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച മൗനജാഥ മൂർക്കനിക്കര സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ അനുശോചന യോഗം PR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. T ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T ശ്രീകുമാർ, K അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന ജനനായകൻ VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് CPIM മാടക്കത്തറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥ നടത്തി. തേറമ്പം സെന്ററിൽ ചേർന്ന അനുശോചന യോഗത്തിൽ CPIM മണ്ഡലം ഏരിയ കമ്മിറ്റി അംഗം PR സുരേഷ് ബാബു മാടക്കത്തറ, CPM ലോക്കൽ സെക്രട്ടറി VS സനൂപ്, AM അശോകൻ, മിനി സുരേഷ്, AM സേതു തുടങ്ങിയവർ സംസാരിച്ചു. വഹിക്കുകയും പാർട്ടി ആലപ്പുഴയുടെ ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടറിയായും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി 10 വർഷക്കാലം ഈ കേരളത്തിനകത്ത് പ്രവർത്തിക്കുകയും പോളിറ്റ് ബ്യൂറോ അംഗമായും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM-നെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വലിയ പങ്കാണ് സഖാവ് VS ഈ കേരളത്തിനകത്ത് നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സഖാവിൻ്റെ വിയോഗം ഇന്ന് കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തീരാ നഷ്ടമാണ്. ആ നഷ്ടം നികത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആ വിടവ് നമുക്കിന്ന് നികത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. സഖാവിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് സഖാവിൻ്റെ വിയോഗത്തിന് ലോക്കൽ കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അവസാന കണ്ണിയായിരുന്ന സഖാവ് VS നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ആ സഖാവിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഖാവിൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചത്. 11ാം വയസ്സിലാണ് സഖാവിൻ്റെ പിതാവും മരണപ്പെടുന്നത്. വളരെ കഠിനമായ ജീവിത പ്രയാസങ്ങളിൽ ജന്മിത്തത്തിനും നാടുവാഴിത്തത്തിനുമെതിരെ കൂലിയില്ലാത്ത പാടവരമ്പുകളിൽ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും പാർട്ടി നിയോഗിച്ച സഖാവ് VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും തിളങ്ങി നിന്ന സഖാവാണ്. 5 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ ഭരണ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത പ്രിയപ്പെട്ട സഖാവാണ് VS. ആ സഖാവ് കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനം വഹിക്കുമ്പോഴും വളരെ കണിശതയോടുകൂടി ഈ സംസ്ഥാനത്തിൻ്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടതെന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന രീതിയിലും ദീർഘകാലം ആ സഖാവിൻ്റെ പ്രവർത്തനത്തിനിടയിൽ ഈ പാർട്ടിക്കകത്ത് അത് അരുതാത്ത കാര്യങ്ങൾക്ക് ഇടവരുന്നൊരു സാഹചര്യത്തിൽ പാർട്ടി നേരിടുന്ന അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന
ഏത് നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഉള്ളുറഞ്ഞ കരളുറപ്പുള്ള രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ CPM-ന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു അച്യുതാനന്ദൻ. കർക്കിടക വാവ് ബലിതർപ്പണം കനത്ത സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ക്രമസമാധാന പാലനത്തിനായി 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജോയ് PR, ഇരിഞ്ഞാലക്കുട DYSP സുരേഷ് KG, കൊടുങ്ങല്ലൂർ DYSP രാജു VK, ചാലക്കുടി DYSP ബിജുകുമാർ PC തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ ശക്തവും പഴുതടച്ചതുമായ സുരക്ഷാ സംവിധാനങ്ങളാണ് വിശ്വാസികൾക്ക് സുരക്ഷിതമായി ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മതിയായ വെളിച്ചം, മുന്നറിയിപ്പ് ബോർഡുകൾ, മൈക്കിലൂടെയുള്ള സുരക്ഷാ അറിയിപ്പുകൾ, ഉയർന്ന സ്ഥലത്ത് നിന്ന് പുഴയിൽ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, സ്കൂബ സംഘം, ആംബുലൻസ് തുടങ്ങിയവ ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഗതാഗത തടസ്സമില്ലാതിരിക്കുവാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും മറ്റ് സ്ഥലങ്ങളിലും ആവശ്യമായ പോലീസിനെ വിന്യസിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷൻ SI സൗമ്യ EU, സൈബർ പോലീസ് സ്റ്റേഷൻ SI രമ്യ കാർത്തികേയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൂടുതൽ വനിതാ പോലീസിനെയും കൂടാതെ 2 പിങ്ക് പോലീസ് പെട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ബലിതർപ്പണം നടക്കുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലും ആവശ്യമായ മുൻകരുതലോടെയുള്ള കർശനമായ പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയതയ്ക്കൊപ്പം ഫാം വർക്കേഴ്സ് സംഘടനയിൽ പുതുചേരലുകൾക്ക് ആത്മീയ സ്വീകരണം. വെള്ളാനിക്കര ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ അവസരത്തിൽ സംഘടനയിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങൾക്ക് ഔദ്യോഗിക സ്വീകരണം നൽകി. പുതുതായി സംഘടനയിലേക്ക് ചേർന്ന ജോഷി TM, സുരേഷ് MS, ജിജു MA, ശ്രീമതി ലിപിത, ശ്രീമതി പ്രീത, ശ്രീമതി ബിന്ദു, സുരേഷ് തുടങ്ങിയവർക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം BMS പാണഞ്ചേരി മേഖലാ പ്രസിഡന്റ് സജീഷ് EK ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര വർക്കേഴ്സ് സംഘം പ്രസിഡന്റ് ശ്രീമതി രംഭ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. കാർഷിക സർവകലാശാലയിലെ ഫാം വർക്കേഴ്സ് സംഘം കോളേജ് ഓഫ് കൾച്ചർ യൂണിറ്റ് സെക്രട്ടറി ബെൻസൺ എബ്രഹാം പതാക ഉയർത്തി. ചടങ്ങിൽ ഫാം വർക്കേഴ്സ് സംഘം സംസ്ഥാന സമിതിയെയും യൂണിറ്റ് ഘടകങ്ങളെയും പ്രതിനിധീകരിച്ച നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. യോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് എംപ്ലോയീസ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ശങ്കരപ്പിള്ള പ്രസംഗത്തിലൂടെ സംഘടനയുടെ ദൃഢമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഫാം വർക്കേഴ്സ് സംഘം സംസ്ഥാന സമിതി ദേശീയതയുടെ പാതയിൽ ആത്മഗൗരവത്തോടെ മുന്നേറുന്നവർക്കുള്ള ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. യോഗത്തിൽ വർക്കേഴ്സ് സംഘ് സംസ്ഥാന ട്രഷറർ സജിത് കുമാർ, പ്രവർത്തക സമിതി അംഗങ്ങളായ അഖിൽ MS, സജീഷ്, വെള്ളാനിക്കര സംഘത്തിന്റെ വിവിധ യൂണിറ്റ് ഭാരവാഹികളായ അജിൻ, ജിതേഷ്, സുമില, സുജ തുടങ്ങിയ പ്രവർത്തകർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory.
ഉറങ്ങണില്ല. ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ശ്രീ കേരളവർമ്മ കോളേജ് ക്യാമ്പസിന്റെ മെൻസ് ഹോസ്റ്റലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയം. ചുറ്റുപാടും കുറ്റിച്ചെടികളും കാടും നിറഞ്ഞ അവസ്ഥ. മഴക്കാലമായതിനാൽ ഹോസ്റ്റൽ പരിസരം കൃത്യമായി ശുചീകരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപായമുണ്ടാക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പെരുകുന്ന കൊതുകുകളും പ്രാണികളും രോഗങ്ങൾക്ക് വഴിവെക്കും. അഡ്മിഷൻ ആരംഭിച്ച് പുതിയ വിദ്യാർത്ഥികൾ കടന്നുവരുന്ന സാഹചര്യം. വെള്ളിയാഴ്ച രാത്രി മെൻസ് ഹോസ്റ്റലിൽ അണലിപ്പാമ്പിനെ കണ്ടു. ഹോസ്റ്റൽ ചുമരുകൾക്ക് ബലക്ഷയം, പായല് പിടിച്ച് വൃത്തിഹീനമായ അവസ്ഥ. സൺഷെയ്ഡുകളിലും മേൽക്കൂരയിലും ചെടികൾ വളർന്നു കിടക്കുന്നു. പലയിടത്തും ചോർച്ച. ചോരുന്ന വെള്ളം ഇലക്ട്രിക് പൈപ്പ് ലൈനിലൂടെ മറ്റു ഊർന്നു വരുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. 2 മാസം വേനലവധി ഉണ്ടായി. ഹോസ്റ്റലിനും കോളേജിനും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മാനേജ്മെന്റിന് സാധിച്ചില്ല. വിദ്യാർത്ഥികൾ ഇത്തരം അനാസ്ഥ മൂലം അപകടങ്ങളിൽപ്പെടുന്ന വാർത്ത നിരന്തരം കാണുന്നു. അതുകൊണ്ട് തന്നെ അതിനിടവരുത്താതെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി KSU പ്രിൻസിപ്പാളിന് പരാതി നൽകി. KSU കേരളവർമ്മ കോളേജ് യൂണിറ്റ് വിവിധ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും KSU കേരളവർമ്മ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അറിയിച്ചു. PG കണ്ണാറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. PG മലയോര ഹൈവേ കണ്ണാറ KFRIക്ക് സമീപമാണ് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ രാത്രിയിലാണ് അപകടം. PG ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും പട്ടിക്കാട് ഭാഗത്തു നിന്ന് PGയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കാര്യമായി പരിക്കേറ്റു. കാർ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ 2 പേരെയും ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. PG പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകന്റെ സഹായഹസ്തം. ഓട്ടുപാറ ജംഗ്ഷനു സമീപം ധാരാളം ആളുകൾ താമസിക്കുന്നതും വൻതോതിൽ പാടശേഖരങ്ങളുമുള്ള മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വൻ ഗർത്തങ്ങൾ. സമീപത്തായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഓട്ടുപാറ ജംഗ്ഷനിൽ നിന്ന് നിരവധി പ്രദേശങ്ങളിലേക്ക് ഗതാഗത സഞ്ചാരമുള്ളപ്പോൾ വിലങ്ങുതടിയായി സ്ലാബിനോട് ചേർന്ന് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. റോഡ് പണികൾ പ്രഹസനമാണെന്ന നിജസ്ഥിതി നിലവിലുള്ളപ്പോൾ ഈ ഗുരുതര പ്രശ്നം കരാറുകാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പിനോടും അനുബന്ധ വകുപ്പുകളോടും ജനപ്രതിനിധികളോടും പരാതി പറഞ്ഞിട്ടും നിസ്സംഗത പുലർത്തുകയാണ്. വാഹനങ്ങൾ മുന്നോട്ടെടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഗർത്തത്തിൽ ചാടി ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴും കാലുകൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവം. ഇത്രയും ജനവാസ മേഖലയിലേക്കുള്ള കവാടത്തിലെ ഗർത്തങ്ങൾ പേടിസ്വപ്നമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഈ ഗർത്തത്തിൽ വീണ് പരിക്കേറ്റതിന്റെ നേർക്കാഴ്ച നേരിൽ കണ്ട പൊതുപ്രവർത്തകനായ സെയ്ഫുദ്ദീൻ ഓട്ടോറിക്ഷ ജീവനക്കാരോടും സമീപത്തുള്ളവരോടും വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതിന് എത്ര ചിലവ് വരുമെന്നാണ് താനിത് പരിഹരിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യാമെന്നും ഏറ്റു. പിറ്റേ ദിവസം തന്നെ തിരക്കൊഴിഞ്ഞ നേരത്ത് ഈ ഗർത്തങ്ങളുള്ള ഭാഗം സുഗമമായ ഗതാഗതത്തിന് സഞ്ചാരയോഗ്യമാക്കി. ഹൈവേ പോലീസിനെ ആക്രമിച്ച പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ചു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനും പേരാമംഗലം സബ് ഇൻസ്പെക്ടറുമായിരുന്ന MP വർഗീസിനെ ആക്രമിച്ച് കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളിലെ ഒരാളായ പുഴയ്ക്കൽ അമലാനഗർ സ്വദേശിയായ പുല്ലമ്പറമ്പിൽ വീട്ടിൽ കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 7 മാസം 15 ദിവസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. 2018 ഏപ്രിൽ മാസം 25-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എരനെല്ലൂരിൽ വെച്ച് വാഹനാപകടം നടന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതികളെ തടഞ്ഞുവെച്ച് ഹൈവേ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ സമയം പേരാമംഗലം ഹൈവേ പോലീസ് വാഹനമായ കിലോ 17 ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ MP വർഗീസും സംഘവും സ്ഥലത്തെത്തി നാട്ടുകാർ തടഞ്ഞുവെച്ച് പ്രതികളെ വാഹനത്തിൽ കയറ്റുവാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. കുന്നംകുളം SHO ആയിരുന്ന UK ഷാജഹാൻ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലെ 1-ാം പ്രതിയായ പാലയൂർ സ്വദേശിയായ ഫഹദിനെ 2013-ൽ ശിക്ഷ ലഭിച്ചിരുന്നു. 2-ാം പ്രതിയായ കൃഷ്ണകുമാർ കോടതിയിൽ ഹാജരാകാത്തതിനാൽ വാറണ്ടിൽ കുന്നംകുളം പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഇടിച്ച് വയോധികൻ മരണപ്പെട്ട സംഭവം. നിർത്താതെ പോയ ഓട്ടോറിക്ഷ ഡ്രൈവറും സ്റ്റേഷൻ റൌഡിയുമായ വിഷ്ണു റിമാൻഡിൽ.
2025 ജൂലൈ 20 വൈകിട്ട് 4:45 3 മുറി പെട്രോൾ പമ്പിനടുത്ത് വെച്ച് കൊടകര കോടാലി റോഡ് ക്രോസ് ചെയ്ത് നടന്നിരുന്ന മറ്റത്തൂർ വില്ലേജ് അവിട്ടപ്പള്ളി സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ ദേവസി എന്നയാളെ ആ വഴി വന്ന ഒരു ഓട്ടോ ഇടിച്ചതിനു ശേഷം നിർത്താതെ പോവുകയും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ദേവസി മരണപ്പെടാൻ ഇടയായ സംഭവത്തിന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലെ പ്രതിയായ മറ്റത്തൂർ നന്ദിപ്പാറ സ്വദേശി വടക്കൂട്ടി വീട്ടിൽ വിഷ്ണു എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. ദേവസിക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനായി ഒരു ഓട്ടോറിക്ഷ നിർത്തിക്കൊടുത്തപ്പോഴാണ് ദേവസി റോഡ് ക്രോസ് ചെയ്തത്. ഈ സമയം അപകടകരമായ രീതിയിൽ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ കാൽനടക്കാർക്കും മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും അപകടം പറ്റി മരണം സംഭവിക്കാം എന്നറിവോടെ വിഷ്ണു ഓടിച്ചു വന്ന ഓട്ടോറിക്ഷ ദേവസി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വിഷ്ണു അപകടത്തിൽ പരിക്ക് പറ്റിയ ദേവസിക്ക് വൈദ്യസഹായം നൽകുന്നതിനായി ശ്രമിക്കാതെ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയും സംഭവം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതെ ഒളിവിൽ പോവുകയുമായിരുന്നു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് 11,80,993 രൂപ തട്ടിപ്പ് നടത്തുന്നതിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ അക്കൗണ്ട് വിറ്റ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ പാർട്ട് ടൈം ജോലി നൽകുന്ന ഏജൻസിയാണെന്നും ആമസോൺ പാർട്ട് ടൈം പ്രൊമോഷൻ വർക്കിലൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നും 11,80,993 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ തട്ടിപ്പ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി പ്രധാന പ്രതികൾക്ക് എടുത്തു നൽകി കമ്മീഷൻ കൈപ്പറ്റിയതിനാലാണ് പാലക്കാട് പയ്യനാടം സ്വദേശിയായ മന്നാരോട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഇർഷാദ് എന്നയാളെ കോടതി ഉത്തരവ് പ്രകാരമാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ പാർട്ട് ടൈം ജോലി നൽകുന്ന ഏജൻസിയാണെന്നും ആമസോൺ പാർട്ട് ടൈം പ്രൊമോഷൻ വർക്കിലൂടെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് A2 ആമസോൺ ഗ്ലോബൽ പാർട്ട് ടൈം റിക്രൂട്ട്മെന്റ് ഇന്ത്യ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് ശ്രീകാന്ത് പൊതുരാജ്, നിസ്രുബാൻ, കല സതീഷ് തുടങ്ങി ടെലിഗ്രാം അക്കൗണ്ടുകൾ മുഖേന ചാറ്റുകൾ നടത്തി 2024 ജനുവരി 12 മുതൽ 2024 ജനുവരി 17 വരെയുള്ള കാലയളവുകളിലായി പരാതിക്കാരന്റെ ബാംഗ്ലൂർ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പാർട്ട് ടൈം ജോലി ഓഫർ ചെയ്ത് പ്രതികൾ 12 ഇടപാടുകൾ മുഖേന 5,30,000 രൂപ തട്ടിച്ചെടുത്തതിൽ 50,000 രൂപ പ്രതിയായ മുഹമ്മദ് ഇർഷാദിന്റെ മണ്ണാർക്കാടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളതായും അന്ന് തന്നെ ഈ തുക പ്രധാന പ്രതികളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതുമായും അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിന്റെ അന്വേഷണത്തിൽ മുഹമ്മദ് ഇർഷാദ് തന്റെ ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, സിം കാർഡ് തുടങ്ങിയവ ഉൾപ്പെടെ 4,500 രൂപ കമ്മീഷൻ കൈപ്പറ്റി അക്കൗണ്ട് തട്ടിപ്പ് സംഘത്തിന് വിൽപ്പന നടത്തി തട്ടിപ്പുകാർക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ കേസിൽ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച പ്രതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകുവാൻ കോടതി ഉത്തരവായതിനെ തുടർന്നാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ സൈബർ SHO സുജിത് PS, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, ടെലികമ്മ്യൂണിക്കേഷൻ സിവിൽ പോലീസ് ഓഫീസർ അജിത് VS തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
അഴീക്കോട് ബീച്ചിൽ യുവാവിനെ കത്തികൊണ്ട് ആക്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. 2025 ജൂലൈ 20 വൈകിട്ട് 5 മണിയോടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വെച്ച് അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം അയ്യരിൽ കരിങ്കുളം വീട്ടിൽ അഹമ്മദ് ഷാഹിം എന്ന യുവാവ് സുഹൃത്തുക്കളുമൊത്ത് സംഭാഷണത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് നീരസം തോന്നി അഹമ്മദ് ഹാബിലിനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ എറിയാട് കൊട്ടിക്കൽ മുസ്ലിം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന എറിയാട് പേബസാർ പുളിഞ്ചോട് ദേശത്ത് മറ്റത്തിൽ വീട്ടിൽ അമീർ, അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം പാടത്തിങ്കൽ വീട്ടിൽ അമ്രാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ SHO അരുൺ PK, സബ് ഇൻസ്പെക്ടർ സാലിം K, പ്രൊബേഷൻ SI ജിജേഷ് CP, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ, വിഷ്ണു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാഹനം നഷ്ടപ്പെട്ട ഉടമസ്ഥന് അത് കണ്ടെത്തി കൊടുക്കാനായ സന്തോഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് ശിവദാസിന് വീണ്ടും ബീറ്റ് ഡ്യൂട്ടി ആരംഭിച്ചു. അല്പസമയത്തിന് ശേഷം വേറൊരു ഭാഗത്തായി ഒരു ഓട്ടോറിക്ഷ അശ്രദ്ധമായി പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റ് ഇളകിയ നിലയിലും മുന്നിൽ എന്തൊക്കെയോ കേബിളുകൾ കട്ട് ചെയ്ത നിലയിലും കാണപ്പെട്ടപ്പോൾ സംശയം തോന്നി. വാഹനം കൂടുതലായി പരിശോധിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് സ്റ്റേഷനിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്പം മുൻപ് ഒരു വാഹനത്തിന്റെ ഫോട്ടോ കണ്ടതായി ഓർമ്മ വന്നത്. ഉടനെ തന്നെ ഗ്രൂപ്പ് പരിശോധിക്കുകയും വാഹനം ഇതുതന്നെ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഈ വാഹനം അന്തിക്കാട് പോലീസ് ലിമിറ്റിൽ നിന്ന് കളവ് പോയിട്ടുള്ളതാണ് എന്നായിരുന്നു ഗ്രൂപ്പിലെ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ അറിയിക്കുകയും അന്തിക്കാട് സ്റ്റേഷൻ മുഖേന വാഹനം കൈമാറുകയും ചെയ്തു. ഒരു ദിവസം തന്നെ 2 മോഷണ വാഹനങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിലാണ് സിവിൽ പോലീസ് ഓഫീസറായ അനീഷ് ശിവാനന്ദ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിക്ക് 10,000 സാക്ഷിയായി. തൃശൂർ ജില്ലയിലെ പാർട്ടിയുടെ വളർച്ചയിൽ VS അച്യുതാനന്ദന്റെ സംഭാവനകൾ നിസ്തുലമാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആദരാഞ്ജലികൾ അർപ്പിച്ച് CPMന്റെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. ദേശീയതയ്ക്കൊപ്പം ഫാം വർക്കേഴ്സ് സംഘടനയിൽ പുതുചേരലുകൾക്ക് ആത്മീയ സ്വീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.